യുക്രൈനിൽ ആണവയുദ്ധത്തിന് റഷ്യ തയ്യാറാണെന്ന് ഭീഷണി മുഴക്കി വീണ്ടും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്ക യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ യുദ്ധത്തിന്റെ രൂപം മാറുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ആണവ യുദ്ധത്തിന്റെ അവസ്ഥ ഇല്ല. എന്നാൽ സൈനിക സാങ്കേതിക കാഴ്ചപ്പാടിൽ തങ്ങൾ ആണവ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് റോസിയ 1 ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞു. അടുത്ത 6 വർഷം കൂടി പുടിൻ തന്നെ റഷ്യയെ നയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. റഷ്യൻ മേഖലയിലോ യുക്രൈനിലോ US സൈന്യത്തെ വിന്യസിച്ചാൽ അത് അനാവശ്യ ഇടപെടലായി റഷ്യ പരിഗണിക്കുമെന്ന് അമേരിക്കയ്ക്കറിയാം. US റഷ്യ ബന്ധങ്ങളിലെ നയതന്ത്ര വിഷയങ്ങളിൽ വിദഗ്ധരായവർ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട് ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കരുതുന്നില്ല. എന്നാൽ തങ്ങൾ അതിന് സജ്ജരാണെന്ന് പുടിൻ പറയുന്നു. യുക്രൈൻ യുദ്ധത്തോടെ US റഷ്യ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായതായി നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിലേക്ക് സേനയെ അയച്ചത്. 2 വർഷം പിന്നിട്ട യുദ്ധത്തിൽ 10,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതിന്റെ ഇരട്ടിയോളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. റഷ്യയ്ക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പുടിൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ മാസങ്ങൾക്ക് മുമ്പ് ദുരൂഹമായ രീതിയിൽ പുടിന്റെ ചിത്രം പുറത്തു വന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. ഏതു നിമിഷവും ആണവ യുദ്ധത്തിന് റഷ്യ തയ്യാറാണെന്ന് കാണിക്കുന്നതായിരുന്നു ഈ ചിത്രം. പുടിന്റെ ന്യൂക്ലിയർ ബോംബ് ബ്രീഫ് കേസുമായി അംഗരക്ഷകൻ പുടിന്റെ അടുത്ത് നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ഇത് നാറ്റോ രാജ്യങ്ങൾക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പാണെന്നാണ് കരുതുന്നത്. സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ 80-ാം വാർഷികത്തിൽ വോൾഗോഗ്രാഡിൽ പുടിൻ പൂക്കളമർപ്പിക്കുമ്പോൾ അംഗരക്ഷകർ കറുത്ത ബാഗുകളുമായി നിൽക്കുന്നു. 2 ബ്രീഫ് കേസുകളിലൊന്ന് വെടിവയ്പിൽ നിന്ന് പുടിനെ സംരക്ഷിക്കുന്നതിനുള്ള മടക്കാവുന്ന ഷീൽഡാണെന്നാണ് കരുതുന്നത്. മറ്റൊന്ന് റഷ്യയുടെ അണുബോംബിന്റെ ബട്ടൺ ആയിരിക്കാം. ഈ ന്യൂക്ലിയർ ബാഗിൽ ഒരു വ്യക്തിഗത കോഡ് അടങ്ങിയിട്ടുണ്ട്. റഷ്യയുടെ അണുബോംബിനെ എപ്പോഴും നിയന്ത്രിക്കാൻ ഇതിന് കഴിയും. എല്ലായിടത്തും പുടിനെ അനുഗമിക്കുന്ന ഒരു സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ബ്രീഫ് കേസിനെ റഷ്യൻ ഭാഷയിൽ ചെഗറ്റ് എന്നാണ് വിളിക്കുന്നത്. 1980-കളുടെ തുടക്കത്തിലാണ് ഇത് നിർമ്മിച്ചത്. 2019-ലാണ് ഇത് ആദ്യമായി ലോകത്തെ കാണിക്കുന്നത്. അത്തരത്തിലുള്ള 3 ബ്രീഫ് കേസുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം റഷ്യയാണ്. സോവിയറ്റ് കാലഘട്ടത്തിൽ 40,000-ലേറെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് കണക്ക്. ആണവോർജം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യ. യുക്രൈനിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ സൈന്യത്തെ അയച്ചാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് പുടിൻ മുമ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.